A2. ഓക്കെ, ഒരു ഒരു വ്യക്തിയുടെ തന്നെ ഐഡിയ ആണ്. നിങ്ങൾക്കൊരു ട്രൈപോഡ് എന്ന് പറയും. ഓക്കെ, ട്രൈപോഡാണ് അടിച്ചു തരാം. 3 ഐഡികൾ അടിച്ചു തരും. ഫസ്റ്റ് ഐ ഡി നിങ്ങളുടെ സ്പോൺസറിന്റെ സ്പോൺസർ ഐ ഡിയിലായിരിക്കും, മെയിൻ ഐ ഡിയിലായിരിക്കും ഇതിന്റെ സ്പോൺസർ. ഓക്കെ, അവിടെ എഴുതി കാണിക്കും സ്പോൺസർ എന്നുകൊണ്ട് നിങ്ങൾ ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്ത ആളുടെ ഐ ഡി. ഇതിന്റെ രണ്ടിന്റെയും സ്പോൺസർ ഈ ഐ ഡി ആയിരിക്കും. ഇതാണ് നമുക്ക് ബൈനറി ട്രീ, അല്ലെങ്കിൽ നിങ്ങൾ മെമ്പേഴ്സ് ആൻഡ് ട്രീയിൽ ബൈനറി ആൻഡ് ജിനോളജി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഐ ഡി തുറന്ന് വലതുവശത്തുള്ള 3 വര മെമ്പേഴ്സ് ആൻഡ് ട്രീ ബൈനറി ആൻഡ് ജിനോളജി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ട്രീ കാണിക്കും. ഓക്കെ, നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് കുറെ ബ്ലാക്ക് ഇതുപോലത്തെ കോളങ്ങൾ കാണാൻ സാധിക്കും. ഓക്കെ, റൈറ്റ്. നിങ്ങൾക്ക് ലീഡർ അവിടെ നിങ്ങൾക്ക് ഒരു 3 ഐ ഡി അടിച്ചെന്നുണ്ടാവും. സെയിം നിങ്ങൾ വലതുവശത്ത് 3 ലൈൻ ക്ലിക്ക് ചെയ്ത് മെമ്പേഴ്സ് ആൻഡ് ട്രീയിൽ ഡിജിറ്റൽ റാങ്ക് ആൻഡ് റെഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർ ട്രീ കാണിക്കാൻ സാധിക്കും. സ്പോൺസർ ട്രീ എന്ന് പറയും. ഓക്കെ, ബൈനറി ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻകം മേടിക്കാനുള്ളതാണ്. നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ആളുകളെ ഇട്ട് പ്ലേസ് ചെയ്ത് ഇൻകം മേടിക്കണം, വരുമാനം മാസം ഏകദേശം 10 ലക്ഷത്തോളം രൂപ മേടിക്കാനുള്ള ട്രീ. ഇത് സ്പോൺസർ ട്രീ എന്നത് നിങ്ങൾക്ക് റാങ്ക് കയറ്റാനുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ഒരു ഐ ഡി ഇവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക് അതിന്റെ ഒരു മിറർ ഇമേജ് നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ആവും. ഈ പറയുന്ന ഡിജിറ്റൽ റാങ്ക് ആൻഡ് റെഫറൻസിൽ അത് സ്ട്രൈറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഇത് 2 കാര്യത്തിനാണ് യൂസ് ചെയ്യുക. ഒന്ന്, ഇത് ബൈനറിയിൽ ആളുകളെ പ്ലേസ് ചെയ്യാൻ. ഇത് നിങ്ങൾക്ക് റീപർച്ചേസ് കാണിക്കാനും റാങ്ക് കാണിക്കാനും ലെവലിലാ കാണിക്കുക. ഇപ്പൊ നിങ്ങൾ എ എന്ന് പറഞ്ഞൊരു ഐ ഡി അടിച്ചു, ഓട്ടോമാറ്റിക് തുടങ്ങുക ഇവിടെ എ ഉണ്ടാവും. അതിന്റെ താഴെ നിങ്ങൾ 2 ഐ ഡി അടിച്ചു, അതിന്റെ 2 നിങ്ങളുടെ തന്നെയാണ്, സ്പോൺസർ എ ആണ്. സോ ഉടനെ എന്ത് ചെയ്യും, A1 A2 എന്ന് ഇവിടെ എഴുതി കാണിക്കും. ഇതിന്റെ സ്പോൺസറിലാണ്. ഉടനെ എ എന്ത് ചെയ്തു, ഒരു ബി യെ കൊണ്ടുവന്നു, ബിക്ക് 2 ഐ ഡി കൊടുത്തു. ബിയുടെ ആദ്യത്തെ ഐ ഡിയുടെ സ്പോൺസർ ആരാണ്, എ തന്നെയാണ്. ബിയുടെ 2 ഐ ഡി ബി തന്നെയാണ് സ്പോൺസർ. സെക്കൻഡ് ലെവലായി, എയുടെ സെക്കൻഡ് ലെവലായി. ഇത് ഫസ്റ്റ് ലെവൽ, ഇത് സെക്കൻഡ് ലെവൽ. ഉടനെ എ ഒരാളെയും കൂടി കൊണ്ടുവന്നു. ഇവിടെ നമുക്ക് ആളുള്ളതുകൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നു സി, 3 ഐ ഡി. എക്സ്ട്രീം ലെഫ്റ്റ് ഓർ എക്സ്ട്രീം റൈറ്റിലാണ് നമ്മൾ ഇത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഇടയിൽ കൊണ്ടിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്യരുത്. ഇവിടെ 2 ഐ ഡിയുടെ ലെഫ്റ്റ് ഒന്നും ചെയ്യരുത്. ഉടനെ സി വന്നു, സി എയുടെ ഡയറക്റ്റ് ആണ് വന്നു. സിക്ക് താഴെ സിയുടെ 2 ഐ ഡി വന്നു. ഇനി സി എന്ത് ചെയ്തു, ഒരു ഡി യെ കൊണ്ടുവന്നു ഇവിടെ ഇട്ടെന്ന് വിചാരിക്കാം. ഡി സിയുടെ ഡയറക്റ്റ് ആണ്, ഡി സിയുടെ ഡയറക്റ്റ് ആണ്. ഇനി ഡി എന്ത് ചെയ്തു, എഫിനെ കൊണ്ടുവന്നു. ഡിക്ക് അത് ഇവിടെയോ ഇടാം, എക്സ്ട്രീം റൈറ്റ്. ഡിയെ സംബന്ധിച്ചിടത്തോളം ഇത് ലെഫ്റ്റ്, ഇത് റൈറ്റ്. ഇവിടെയോ ഇടാം ഒരു എഫിനെ ഇവിടെ ഇട്ടെന്ന് വിചാരിക്കാം. എവിടെ ഇട്ടാലും റൈറ്റ് ഓർ ലെഫ്റ്റ് എവിടെ ഇട്ട് കഴിഞ്ഞാലും ഈ ഡി എന്ന് പറയുന്ന എഫ് എന്ന് പറയുന്ന ആള് ഡിയുടെ ഡയറക്റ്റ് ആണ്. സോ എഫ് ഇവിടെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഡിയുടെ ഡയറക്റ്റ് വന്നേക്കും. ഇത് എയുടെ 3rd ലെവലാണ്. ക്ലിയർ? ഇത് 4th ലെവലാണ്. ഇതെന്തിനാണ്, ലെവലിംഗും കൂടെ. ഇവിടുന്ന് ഒരാൾ അരിയും പഞ്ചസാരയും മേടിച്ചാൽ ഇവിടെ 20% കിട്ടും, 15% കിട്ടും, 10% കിട്ടും, 5% കിട്ടും. ക്ലിയർ? ഇനി എയുടെ ഫസ്റ്റ് ലെവല് എ ബി സി ഒരാളും കൂടി വന്നു. എക്ക് ഒരാളും കൂടി ഡയറക്റ്റ് വരണം. ബിയും സിയും നമ്മൾ ഡിജിറ്റൽ എടുത്തു എന്ന് വിചാരിക്കാം. ബിയും സിയും ഡിജിറ്റൽ എടുത്തു കഴിഞ്ഞാൽ എക്ക് റാങ്ക് കിട്ടുമോ? ഒരിക്കലും കിട്ടില്ല. ഒരാളും കൂടി മിനിമം 3 ആള് ഡിജിറ്റൽ എടുക്കണം എയുടെ ഡയറക്റ്റ് റെഫറിൽ. എന്ത് ചെയ്യുന്നു, ഒരാളെയും കൂടി കൊണ്ടുവന്നു. ഇവിടെ ഇപ്പം കുറെ ആളായല്ലോ, അപ്പൊ ഇവിടെ ഒരാളുടെ കുറവുണ്ട്. എ ഒരു കെ കൊണ്ടുവന്നു, ഇവിടെ പ്ലേസ് ചെയ്തു ലെഫ്റ്റ്, എക്സ്ട്രീം ലെഫ്റ്റിൽ. അപ്പൊ ഇവിടെ ഒരു 1000 രൂപ കയറി ബിക്ക്. ക്ലിയർ? എക്കും 1000 രൂപ കയറി. കെ ഡിജിറ്റൽ അടിച്ചു ഒരാളെ കൊണ്ടുവന്നു. കെ ഡയറക്റ്റ് എയുടെ സ്പോൺസർ ആണ്. അപ്പൊ ഇവിടെ കാണിച്ചു 3 ആളായി. ഉടനെ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന ആൾക്ക് 3 ഡിജിറ്റൽ ആയതുകൊണ്ട് എ ഫസ്റ്റ് റാങ്ക് വന്നു, ബ്രോൺസ്. ഓക്കെ, ഇനി ഈ ബി ഒരു 3 പേരെ കൊണ്ടുവന്നു. ഒന്ന് ഇവിടെ ഇട്ടു. ഓക്കെ, എം ഒരാൾ ഇവിടെ ഇട്ടു, എച്ച് ഒരാൾ ഇവിടെ ഇട്ടു, കെ എവിടെയെങ്കിലൊക്കെ ഇട്ടോട്ടെ. 3 ഡയറക്റ്റ് കൊണ്ടുവന്നു. ബി ബ്രൗൺസ് ആയി, അതുപോലെ സി ബ്രൗൺസ് ആയി, കെ ബ്രൗൺസ് ആയി. 3 പേരും ഡയറക്റ്റ്. ഇനിയിപ്പം കെക്ക് ഒരാളെ കിട്ടിയില്ല. ഓക്കെ, കെക്ക് ഒരാളെ കിട്ടിയില്ല. ഉടനെ എ എന്ത് ചെയ്തു, അയാൾക്ക് ഒരു ഓൾറെഡി 3 ആയല്ലോ, കിട്ടിയ പുതിയ ഒരാളുടെ സ്പോൺസർ ഐ ഡി എന്ത് ചെയ്തു, കെ എന്ത് ചെയ്തു, ഇവിടെ ഇട്ടിട്ട് സ്പോൺസർ ഐ ഡി ഈ എ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ ഇട്ടിട്ട് കേക്ക് കൊടുത്തു. ഓക്കെ,
എ കൊണ്ടുവന്ന ആളാണ്. ഇതിൽ വേറെ കാര്യമുണ്ട്, കെയുടെ നാട്ടുകാരനാണ് എ. അപ്പം എക്ക് കുറെ ട്രീ ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ, എല്ലാരും നോക്കാൻ പറ്റില്ല. പകരം കെനോട് ഇട്ടിട്ട് ഇവിടെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഞാൻ ഒരാളെ പ്ലേസ് ചെയ്തിരുന്നുണ്ട്, ഇദ്ദേഹത്തെ നിങ്ങൾ ക്ലാസ് കൊടുത്ത് ഫോളോ അപ്പ് ചെയ്തോണെന്ന് പറഞ്ഞു. കെ പറഞ്ഞു ഓക്കെ ഞാൻ ചെയ്തോളാം. ഉടനെ കേക്ക് എന്ത് ചെയ്തു, അവിടെ പ്ലേസ് ചെയ്തു ഒരാളെ. ഇതാണ് എച്ച്. ഓക്കെ, ഉടനെ എച്ച് എന്ത് ചെയ്തു, കെന്റെ ഡയറക്റ്റ് വന്നു. അപ്പം കേക്ക് രണ്ടാളും കൂടി വന്നത് എന്തായി, കെ ബ്രൗൺസ് ആയി. അങ്ങനെ മൂന്നാളും ഏത് ബിയും സിയും കെയും ബ്രൗൺസ് ആകുമ്പോൾ എ ആരാവും, സിൽവർ ആവും, രണ്ടാമത്തെ റാങ്ക്. ഇത് കറക്റ്റായിട്ട് നമ്മൾ പഠിക്കണം. ക്ലിയർ? ഇവിടെ എവിടെ പ്ലേസ് ചെയ്താൽ, ഇന്നലെ ചോദിക്കുമ്പോൾ ഒരാൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഇവിടെ എവിടെ പ്ലേസ് ചെയ്താലും നിങ്ങൾക്ക് എന്ത് കിട്ടും, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാച്ച് ആകുമ്പോഴാ എയുടെ ലെഫ്റ്റ് ആര് വന്നാലും റൈറ്റ് ആര് വന്നാലും മാച്ച് ചെയ്തിട്ട് ബൈനറി ആണെങ്കിൽ ഡെയിലി 5000, 690 പ്ലാൻ, ഡിജിറ്റൽ ആണെങ്കിൽ ഡെയിലി 10,000, മാസം 3 ലക്ഷം, 3 1.5 4.5 ലക്ഷം രൂപ പെർ ഡേ നമുക്ക് ഇവിടുന്ന് ഒരു ഐഡിയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഇനിയാണ് ഇന്നലത്തെ കളി. നിംസാറിന്റെ സൗണ്ട് ക്ലിയർ അല്ലേ? ജലദോഷം പിടിച്ചതുകൊണ്ടാ. ഓക്കെ റൈറ്റ്, ജലദോഷം മാറി, അഫർമേഷൻ പറയണ്ട. ഓക്കെ റൈറ്റ്. അടുത്തത് എയുടെ ലെഫ്റ്റിൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇതിങ്ങനെ എക്സ്ട്രീം ലെഫ്റ്റ് എ ആളെ ഇട്ടിട്ട് പോകുന്നുണ്ട്, റൈറ്റ് എയുടെ റൈറ്റും ആളെ ഇട്ട് പോകുന്നുണ്ട്. ഓക്കെ, സ്പോൺസർ ഇപ്പൊ 3-4 കൊടുത്തു, മതി. അത് കഴിഞ്ഞിട്ട് താഴെ വരുന്ന ആളുകൾക്ക് സ്പോൺസർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം എക്ക് ഇവിടെ ഡെയിലി എത്രയേ കിട്ടൂ, 10,000 ഡിജിറ്റലോ 5,000 വരും. പോരാ, എക്ക് വിട്ട് കൂട്ടണം, കൂടുതൽ വരുമാനം വേണം എക്ക്. സെക്കൻഡ് ഐഡികൾ ഓപ്പൺ ചെയ്യണ്ടേ? ഇവിടെ ഇപ്പൊ എ പണിയെടുത്തില്ലെങ്കിലും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ പണി ഡെയിലി വാഷ് ഔട്ട് അവിടെ. ഉടനെ എന്ത് ചെയ്യും, എക്ക് താഴെ ഇതിനാണ് നമ്മൾ ട്രൈപോഡ്. ഇവിടെ 2 ഐഡികൾ എയുടെ തന്നെ ഉണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു സൈഡ് ആളെ കയറ്റൊന്നും വേണ്ട. ഓൾറെഡി ഇവിടെ ഈ A1ന്റെ ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി ഇഷ്ടംമാതിരി ആൾക്കാരുണ്ട്, പവർ ഉണ്ട്, 5-10 ലക്ഷം രൂപ ഇവിടെ ഉണ്ട്. ഇതിൽ ഏതാണ് കുറവെന്ന് നോക്കിയിട്ട്, ഏതാണോ കുറഞ്ഞ പിന്നെ ബി വി ഉള്ളത്, അപ്പൊ ഇവിടെ ഇപ്പൊ 5 ലക്ഷം ബി വി ഉണ്ട്, ഇവിടെ 2 ലക്ഷം ബി വി ഉള്ളു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഐഡി നമ്മുടെ ഫാമിലിയുടെ പേരിൽ അടിക്കുന്നു. എ എന്ന് പറയുന്ന വ്യക്തി എയുടെ ഫാമിലിയായ സെഡിന്റെ പേരിൽ ഒരു ഐഡി അടിക്കുന്നു. അല്ലെങ്കിൽ മഞ്ജുള മാഡത്തിന്റെ ഫ്രണ്ടായ എൻ്റെ പേരിൽ ഒരു ഐഡി അടിക്കുന്നു. ഓക്കെ, ആരെങ്കിലും ഒക്കെ ആവട്ടെ, അടിച്ചു. ആദ്യത്തെ ഐഡി നമ്മളെ പേരിൽ തന്നെ ആവട്ടെ. എന്നിട്ട് ഈ A1ന്റെ റൈറ്റ് ആയിട്ട് നമ്മൾ ആളെ ചേർത്ത് കൊടുക്കും, പുതിയ ആളുകളെ. ഓക്കെ, പുതിയ ആളുകളെ ചേർത്ത് ഇവിടെ ഒരു ഐഡി അടിക്കുക. 690 ഐഡി അടിച്ചെന്ന് സംഭവിക്കും, ഇവിടെ അത് പെയർ മാച്ച് ആവും. ഓക്കെ, 200 നമുക്ക് കിട്ടും. ഇത് വീക്ക് സൈഡ് ആണ് എയുടെ, കാരണം ഇവിടെ കുറെ ആൾക്കാരുണ്ട് ഈ ലെഗില്. ഇവിടെയും സീലിംഗ് ആവും. അങ്ങനെ ഡെയിലി നിങ്ങൾ 10 ഐഡി ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ, 10 ഡിജിറ്റൽ അടിച്ചു കഴിഞ്ഞാൽ 10,000 രൂപ ഇവിടെ നിന്നും കിട്ടും, ഇവിടെ നിന്നും കിട്ടും. ക്ലിയർ? അത് നോക്കിയിട്ട് വേണം നമ്മൾ പ്രിവിലേജ് അടങ്ങുന്നത്. ഇപ്പൊ ആരും പ്രിവിലേജ് വരെ ഇവിടെ കൊടുക്കണമെന്നില്ല, ആക്ടിവേഷൻ ചെയ്ത് വെച്ചാൽ മതി. ഏതാണോ, കാരണം നാളെ പെട്ടെന്ന് പ്രിവിലേജ് റിന്യൂവൽ അത് ബുദ്ധിമുട്ടാവും. നിങ്ങൾ ഏതാണോ വീക്ക് സൈഡ്, എയുടെ വീക്ക് സൈഡ് ലെഫ്റ്റോ റൈറ്റ് നോക്കിയിട്ട് വീക്ക് സൈഡിലുള്ള ഐഡികൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതിന്റെ ഫസ്റ്റ് ഐഡി നമ്മളുടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ ആളുകളെ ഇൻഡിവിജ്വൽ ആളുകളെ ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. ഇനി നിങ്ങളിപ്പം അത് ഞാൻ ഇവിടെ മാറ്റി വരയ്ക്കാം. നിങ്ങൾ എയുടെ ട്രൈപോഡ് അടിച്ചു, ഇവിടെ കുറെ ആളെ കൊണ്ടുവന്നു, ഇവിടെ ആളെ കൊണ്ടുവന്നു. ഓക്കെ, ഇത് ഭയങ്കര പവർ ലൈനായി. ഇവിടെ 10 ലക്ഷം ബി വി കിടപ്പുണ്ട്, ഇവിടെ 2 ലക്ഷമേ ഉള്ളൂ. ഓക്കെ, പക്ഷെ എന്നാലും നിങ്ങൾ വർക്ക് ചെയ്യാതെ അവർ സ്വയം വർക്ക് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ലീഡേഴ്സ്, ഇവിടെ 5-6 ലീഡേഴ്സ് ഉണ്ട്, അവർ ഇൻഡിവിജ്വൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവിടെ ഉണ്ട്, അവർക്ക് സപ്പോർട്ടൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഏതാണോ വീക്ക് സൈഡ് നോക്കി, ഇവിടെ 2 ലക്ഷം ഉള്ളൂ. സോ ഇവിടുത്തെ ആദ്യത്തെ ഐഡി തുറന്നു, ഇവിടെ നിങ്ങൾ ഒരാൾ നിങ്ങളുടെ മോന്റെ മോളെ പേരിൽ ഐഡി അടിച്ചു. അതുവരെ ഇതും തുറക്കരുത്. ഓക്കെ, ഈ ഐഡി അടിച്ച് ഇവിടെ ഐഡി അടിക്കുന്ന ആദ്യത്തെ ഐഡി അടിച്ചു, പിന്നെ പുതിയ ലീഡേഴ്സിനെ കൊണ്ടിട്ടു, ട്രൈപോഡ് അടിച്ചു. ഇവിടെ 3 ഐഡി ആക്ടിവേഷൻ ചെയ്യുമ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് പൈസ കിട്ടും, ഇവിടെ നിന്നും പൈസ കിട്ടും. ഡബിൾ സൈഡ് സീലിംഗ്. നിങ്ങൾ ഇങ്ങനെ അടിച്ചടിച്ച് പോകുന്നു, കുറെ അങ്ങ് എത്തി, ഇതും പവറായി. ഇവിടെ കുറെ നിങ്ങൾ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ലീഡർ വന്നു കഴിഞ്ഞാൽ ഈ സെഡില്ലേ നിങ്ങളുടെ മോന്റെ, ഇവിടെ ഇപ്പൊ പവർ കയറിയിട്ടുണ്ടാവും ലെഫ്റ്റ് സൈഡില്. ഉടൻ നിങ്ങൾ എന്ത് ചെയ്തോ, പുതിയ ലീഡർ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലീഡേഴ്സിന് കിട്ടും. ഇന്നൊക്കെ എനിക്കൊക്കെ ഡെയിലി ലീഡേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്ത്, അതിന്റെ റൈറ്റ് സൈഡിൽ ആദ്യത്തെ ഐഡി നിങ്ങളുടെ ആരെങ്കിലും ഫാമിലിയുള്ള ആരെങ്കിലും പേരിൽ അടിക്കുക, നിങ്ങൾക്ക് ഇങ്ങം കിട്ടുന്ന വിധത്തിൽ. എന്നിട്ട് അതിന്റെ താഴെ ട്രൈപോഡായിട്ട് ആളുകളെ ചേർക്കുക. അപ്പൊ എന്ത് ചെയ്തു, നിങ്ങൾക്ക് ഇവിടുന്നും പൈസ കിട്ടും. ഓക്കെ, ഇവിടുന്നും പൈസ കിട്ടും, ഇവിടുന്നും പൈസ കിട്ടും. ട്രിപ്പിൾ സൈഡ് സെറ്റിംഗ്. ഇവിടെ ഒരു ഐഡി അടിക്കുമ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കണ്ട, ഇവിടുന്ന് സെറ്റ്, ഇവിടുന്ന് അന്നും. പക്ഷെ ഇവിടെയൊക്കെ ആക്റ്റീവ് ലീഡേഴ്സ് ആയിരിക്കും.
ഓക്കെ, ഡൺ. ഇതിങ്ങനെ പോയി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തു? ഇവിടെ പവർ ലെഗ് ആയി കഴിഞ്ഞാൽ, ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ ആദ്യത്തായിട്ട് നിങ്ങളുടെ ആരെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു ഫേം എടുത്തിട്ട് അതിന്റെ ഫേമിന്റെ പേരിൽ നിങ്ങൾക്ക് ഫേം ഉണ്ടെങ്കിൽ ഒരു പാൻ കാർഡ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഐ ഡി അടിക്കാം. അടിച്ചിട്ട് അതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഓരോ സിംഗിൾ ഐ ഡി ആയിട്ട് കൊണ്ടുപോകാം. ഇത് ആദ്യത്തെ ഐ ഡി നിങ്ങളുടെ ആരെങ്കിലും പേരടിക്കുക, എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ 4 സൈറ്റ്. എന്റെയൊക്കെ ട്രീ ഇങ്ങനെയാണ് കേട്ടോ. പലരും ചോദിച്ചു എന്റെ ട്രീ എങ്ങനെ സാർ സെറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരാൾ ഒരു ഐ ഡി അടിച്ചാൽ ഒരു സീലിംഗ്, 2 സീലിംഗ്, 3 സീലിംഗ്, 4 സീലിംഗ് കിട്ടും. ഇതിങ്ങനെ പോയി ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇവർക്ക് കുറെ പൈസ കൊടുത്ത് ഇവർക്കൊക്കെ നമ്മൾ സാമ്പത്തിക ഹെൽപ്പൊക്കെ ചെയ്യും, ടീമിനൊക്കെ ബിൽഡ് ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ഇത് പവർ ആയി കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആക്കും. അപ്പൊ എന്തായി? 1, 2, 3, 4, 5 സൈഡ് സീലിംഗ്. ഇതുപോലെയാണ് നമ്മൾ ജിനിൽ മാഷ് ഇപ്പൊ സീലിംഗ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 സൈഡിൽ ഇവിടെ വർക്ക് നടക്കുന്നു. ഇവിടുന്നും ഡെയിലി വരും കുറെ ഐ ഡി, ഇവിടുന്നും വരും, ഇവിടുന്ന് വരും. ഡെയിലി 2 ലക്ഷം. ഇന്നലെ ജിനിൽ മാഷിന്റെ വാഷൗട്ട് 2 ലക്ഷം രൂപയായിരുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഇവിടുന്ന് ഇങ്ങനെ അടുത്ത് വന്നു. ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത് ഇത് ഓപ്പൺ ആക്കാനുള്ള ശ്രമം നടത്തും. പുതിയ സ്ഥലത്ത് പോയി പുതിയ ലീഡേഴ്സിനെ കണ്ടെത്തി ആദ്യത്തെ ഐ ഡി അടിച്ച് ഇത് ഇങ്ങനെ ഓപ്പൺ ആവും. ഇതാണ് ഇതിന്റെ സ്ട്രാറ്റജി 1. ഇത് ഒരു സ്ട്രാറ്റജി. ഇതുപോലെ ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. അടുത്തൊരു ഇത് ക്ലിയർ ആയില്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെയിൻ ലെഗിൽ ആദ്യം ലീഡേഴ്സിന് ഇടണം നിങ്ങളുടെ കെയർ ഓഫില്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് ക്ലാസ് കൊടുത്ത് അവർ ലീഡേഴ്സായി മാറ്റണം. ആദ്യം ഈ 2 സൈഡ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ വീക്ക് സൈഡ് തുറക്കാനേ പാടുള്ളൂ. ഇവിടെ ക്ലിയർ ആക്കിയതിന് ശേഷം അപ്പം ചിലപ്പോൾ ഇവിടുത്തെ 2 ലീഡർമാർ അടുത്ത കമ്പനി പോകും, അല്ലെങ്കിൽ പൊട്ടിപ്പോകും, നിർത്തിപ്പോകും, മരിച്ചു പോകാം, എന്തും സംഭവിക്കാം. ഓക്കെ, അടുത്ത ലീഡേഴ്സ് വിളിച്ചോണ്ട് പോകാം നിങ്ങൾ മെയിൻ്റെനൻസ് ചെയ്തിട്ടില്ലെങ്കിൽ. സോ അപ്പോൾ നിങ്ങൾ അടുത്ത ആൾ ഇവിടെ ഇടണം. നിങ്ങൾ അതിനുള്ള താക്കത്തുള്ളവരായിരിക്കണം. അതിനുശേഷം നിങ്ങൾ ഇത് 2 ബെൽറ്റ് ക്ലിയർ ആയതിനു ശേഷം ഇത് ഓപ്പൺ ആക്കുക, പിന്നെ ഇത് ഓപ്പൺ ആക്കുക, വീക്ക് സൈഡ് എവിടെയാണോ അവിടെ ഓപ്പൺ ആക്കുക. ഇത് ഒരു സ്ട്രാറ്റജി മാത്രമാണ്. ക്ലിയർ? ഇന്ന് വന്നാക്കി ഇത് മനസ്സിലാവും, അത്രേ ഉള്ളൂ. ഓക്കെ, എത്ര ആൾ വന്നിട്ടുണ്ട് അവർക്ക് കാര്യം മനസ്സിലാവും. അടുത്ത സ്ട്രാറ്റജി. ഇനി നിങ്ങൾ എന്ത് ചെയ്തു? ഇത് തന്നെ, ഇതൊക്കെ ഒന്ന് തന്നെയാന്ന് വിചാരിക്കട്ടോ. ഇത് നമ്മൾ ട്രീ ആണ്. ഇവിടെ നിങ്ങൾ നല്ലോണം പണിയെടുത്തു. ഓക്കെ, ഇവിടെ ലീഡർ ഫോക്കസ് ചെയ്യുന്നു, ഇവിടെ നിങ്ങൾ ഐഡിയ എടുത്ത് ആളെ കൊണ്ടുവരുന്നു. അപ്പം നോക്കുമ്പം ഇവിടെ നിങ്ങൾക്ക് ആള് കുറവാണ്. നിങ്ങൾക്ക് പുതിയ ലീഡേഴ്സ് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് പ്രയോജനം വരുന്ന വിധത്തിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും ബോട്ടം ലെവലിൽ നിങ്ങളെ സെക്കൻഡ് ഐ ഡി ഇടിക്കുന്നു, ഒരു ഐ ഡി. ഓക്കെ, നിങ്ങൾ നല്ല ആക്റ്റീവ് ലീഡർ ആണ്. ഇവിടെ കുറെ ലീഡേഴ്സ് ഉണ്ട്, പക്ഷെ അവര് ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആയിട്ടില്ല. അവർ ഡിപ്പെൻഡൻസി ക്രിയേറ്റ് ചെയ്യുന്നു, ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ഐ ഡി താഴെ അടിക്കുക. ഓക്കെ, എന്നിട്ട് ഇതിന്റെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ അങ്ങ് വളർത്തുക. നിങ്ങൾ ലീഡർ ആണെങ്കിൽ ഇതിന്റെ ലെഫ്റ്റും നിങ്ങൾക്ക് ഇവിടെ വരുമാനം കിട്ടുമല്ലോ. ഇവരാരും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ വരുമാനം കിട്ടുമല്ലോ. കിട്ടുക മാത്രമല്ല, ഇവർക്കൊക്കെ പവറും കയറും. ഇവർക്ക് പ്രത്യേകിച്ച് സപ്പോർട്ട് ഇനി കൊടുക്കണ്ട. നിങ്ങളുടെ ഒരു ഐ ഡി താഴെ അടിച്ചിട്ട്, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, നമ്മുടെ എല്ലാ മെയിൻ ലീഡേഴ്സിനും താഴെ ഒരു ഐ ഡി അടിച്ചിട്ട് അതിന്റെ ലെഫ്റ്റും റൈറ്റും നമ്മൾ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ പുതിയ ടീമിന് എന്ത് ചെയ്യും? ഇവിടെ ഒരു ഐ ഡി അടിച്ച് അതിന്റെ താഴെ ഇടും. പിന്നെ ഒരാളെ കിട്ടുമ്പോൾ ഇവിടെ ഇടും. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇൻകം കിട്ടും, ഇവിടുന്ന് ഇൻകം കിട്ടും. കുറെ വാഷ് ഔട്ട് ഉണ്ടാവും, സാരമില്ല. ഇവർക്കൊക്കെ പവറും കിട്ടും. ഇവരൊക്കെ വർക്ക് ചെയ്തോളും. വേറെ നമുക്ക് ലീഡേഴ്സിനെ കൊടുക്കണ്ട. നമുക്ക് ഈ ഇട്ട ലീഡേഴ്സിനും നമുക്ക് പ്രയോജനം വരും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഏറ്റവും ബോട്ടം ലെവലിൽ ഒരു ഐ ഡി അടിച്ച് ഈ 2 ഐ ഡി ഉപയോഗിക്കണ്ട. എന്റെ ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ എന്റെ ഈ 2 ഐ ഡി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. മര്യാദയ്ക്ക് ഏതൊരു ഐ ഡി, എനിക്ക് 7 ഐ ഡികളുണ്ട്, ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഈ മേലത്തെ ഐ ഡി നമ്മൾ തുറന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്കുള്ള ആൾക്കൊന്നും പ്രയോജനം കിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും ബോട്ടം ലെവലിലാണ് ഇപ്പോൾ ഐ ഡി അടിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഐ ഡി അടിച്ചു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ടീമിനെ ഇടുന്നു. നമുക്ക് എന്തായാലും ടീം വരുന്നുണ്ടല്ലോ, ഇവിടെ ഇടുന്നു. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇൻകം കിട്ടും. ഇവരാരും പണിയെടുത്തിട്ടില്ലെങ്കിലും ഇവിടെ നിന്ന് ഇൻകം കിട്ടും. ഇനി ഇവിടെ വന്ന് ഇവർക്കൊക്കെ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് പവറും കയറും. പോയിന്റ് മനസ്സിലായോ? ഇതൊക്കെ സ്ട്രാറ്റജിയാണ്, ബിസിനസ് സ്ട്രാറ്റജിയാണ്, വന്നവർക്ക് മനസ്സിലാവും. ഓക്കെ, അതുപോലെ എന്റെ എത്ര ലെഗ് ഉണ്ടോ, അല്ലെങ്കിൽ മെയിൻ ലീഡേഴ്സ് അങ്ങനെ ചെയ്യുന്നുണ്ട്, എത്ര ലെഗ് ഉണ്ടോ അവിടെയൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പുതിയ ടീമിനെ പ്ലേസ് ചെയ്യും. അവിടെയുള്ള ആൾക്കൊക്കെ എന്ത് ചെയ്യും? ഫ്രീ ആയിട്ട് പവർ കിട്ടും. ഇതാണ് വേറൊരു സ്ട്രാറ്റജി. ഇതല്ലാതെ വേറൊരു സ്ട്രാറ്റജി ഇന്നലെ ജിനിൽ മാഷ് പറഞ്ഞ, കാസിം സാറ് പറഞ്ഞു. അത് ഇതാണ്. നിങ്ങളൊരു ഐഡിയ അടിക്കുന്നു, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അടിക്കാം. ഒരു ഐഡിയ അടിച്ചു, 2 ഐഡിയ അടിച്ചു, ഇതിന്റെ സ്പോൺസർ 2 അടിച്ചു. ഇതും ട്രൈപോഡ് അല്ലേ? ഇതിന്റെ ലെഫ്റ്റിൽ ഒരു ഐ ഡി, ഇതിന്റെ ലെഫ്റ്റിൽ ഒരു ഐ ഡി. നിങ്ങൾ സാറിന് ട്രൈപോഡ് അടിക്കുന്നത് ഇങ്ങനെയല്ലേ അടിക്കുന്നത്? ആണല്ലോ. 3 ഐ ഡി ഇങ്ങനെയല്ലേ അടിച്ചു തരുവാ? ഇങ്ങനെ അടിച്ചു നോക്ക്. ഇത് എ, ഇത് A1, ഇത് A2. ഇങ്ങനെ അടിക്കുമ്പോൾ കുഴപ്പം എന്നറിയോ? നിങ്ങൾ ഇവിടെ ആളെ ഇട്ടു. ഓക്കെ, ഇവിടെ ആളെ ഇട്ടു, ഇവിടെ ആളെ ഇട്ടു, ഇവിടെ ആളെ ഇട്ടു. 4 സെറ്റ് ആളിട്ടെന്ന് ഇരിക്കാം. ഇവിടെ ലെഗ് വളർന്നു, ഇവിടെ ലെഗ് വളർന്നു, ഇവിടെ ആൾ വളർന്നു, ഇവിടെ ആൾ വന്നു. ഇവിടുന്ന് പൈസ കിട്ടും, ഇവിടുന്ന് പൈസ കിട്ടും, ഇല്ലേ? ഇതിന്റെ ഡബിൾ വാഷ് ഔട്ട് ഇവിടെ സംഭവിക്കുമോ? ഇവിടെ 10 ഇവനിന്ന് 10 അടിച്ചു, ഇവനിന്ന് 10 അടിച്ചു.
ഈ ഭാഗത്ത് നിന്ന് 20,000 വരും. ഇവിടെ 10 അടിച്ചു, ഇവിടെ 10 അടിച്ചു, ഇവിടെ 20,000 വരും. നിങ്ങൾക്ക് 10,000 വാഷ് ഔട്ട് അല്ലേ? 10,000 കിട്ടൂ. സോ നിങ്ങൾ എന്ത് ചെയ്യുന്നു? സ്ട്രാറ്റജി മാറ്റി. നിങ്ങൾ ആദ്യം ഇങ്ങനെ ഐഡിയ അടിച്ചു. ഓക്കെ, ട്രൈപോഡ് സിസ്റ്റം. ഇത് ചെയ്യണം എന്നല്ല പറയുന്നത് കേട്ടാ, ജസ്റ്റ് കാണിച്ചു തരികയാണ്. ഓക്കെ. നിങ്ങൾ എന്നിട്ട് ഏറ്റവും താഴത്തെ ഐഡിയുടെ ലെഫ്റ്റും റൈറ്റും ടീം ബിൽഡ് ചെയ്യുന്നു. ഓക്കെ, ചെയ്തോ? ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് പൈസ കിട്ടും. ഇവിടെ കിട്ടുന്നതിന്റെ ഇരട്ടി, അതായത് ഇതിന്റെയൊക്കെ ടോട്ടൽ ഇൻകം ഇവിടെയും കയറും BV ആയിട്ട്. കയറുമോ? ഓക്കെ, ഇവനും ഡെയിലി 10 അടിക്കുന്നു വിചാരിക്കാം. നിങ്ങൾക്ക് ഇവിടെ 10,000 കിട്ടുകയും ചെയ്യും, ഇവിടെ BV വരും. ഇത് കറക്റ്റ് ലീഡേഴ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് ഓപ്പൺ ആക്കാം. ക്ലിയർ? ഇത് ഓപ്പൺ ആക്കാം. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇവനും 10 അടിച്ചു, ഇവനും 10 അടിച്ചു, ഇവനും 10 അടിച്ചു. വാഷ് ഔട്ട് ഉണ്ടോ? ഇവിടെ 2-3 സ്ഥലത്ത് നല്ല ലീഡേഴ്സ് വന്നാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ആക്കാം. ഈ 3 എണ്ണത്തിന് ടോട്ടൽ പവർ ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ കയറുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് ഇൻകം എടുക്കുകയും ചെയ്യാം. വാഷ് ഔട്ട് ഉണ്ടോ? ഇവനും 10 അടിച്ചു, ഇവനും 10 അടിച്ചു, ഇവനും 10 അടിച്ചു. എവിടെ വാഷ് ഔട്ട് ഉണ്ടോ? എവിടെയും വാഷ് ഔട്ട് വരില്ല. പോയിന്റ് ശ്രദ്ധിച്ചോ? നിങ്ങൾ ഇവിടെ അടിച്ചു, ഇവിടുന്ന് അഴി വരുന്നു, ഇവിടുന്ന് ഐഡി വരുന്നു, ഇവിടുന്ന് ഐഡി വരുന്നു, ഇവിടുന്ന് വരുന്നു. ഇവിടെ ആണെങ്കിൽ 10,000 രൂപ ഡെയിലി വാഷ് ഔട്ടാണ്. 10,000 നിങ്ങൾക്ക് കിട്ടും. ഇവിടെ മേലത്തെ ഐഡിയിൽ നിന്ന് 10,000, 20,000, 30,000 കിട്ടും. പക്ഷെ ഇവിടെ 10,000 വാഷ് ഔട്ട് ആവും. ഇവിടെ 10,000, 20,000, 30,000 കിട്ടും. പക്ഷെ വാഷ് ഔട്ട് ഇല്ല. ഇതും ഒരു ടെക്നിക്ക്. ഇതിന്റെ വെച്ചാൽ ബൈനറി സിസ്റ്റം മാത്രമാണിത്. പക്ഷെ ഇതിന്റെയൊക്കെ സ്പോൺസർ, ഇവിടെ ആരെ ചേർത്താലും സ്പോൺസർ ആരായിരിക്കും? മേലത്തെ ഐഡി ആയിരിക്കും. കണ്ടോ? ഇവിടെ ആരെ ചേർത്താലും സ്പോൺസർ മേലത്തെ ഐഡി ആയിരിക്കും. എങ്കിലേ ഇവൻ റാങ്ക് കയറൂ. റാങ്ക് ഏറ്റവും മേലത്തെ റാങ്ക് കയറണം. കാരണം ഇവന്റെ സ്പോൺസർ ക്കുള്ള 3 ആളുകളിൽ ഒരാൾ ഇവനായിരിക്കും. പോയിന്റ്. ഇവൻ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഇവൻ റാങ്ക് കയറിക്കൊണ്ടിരിക്കണം. അപ്പോഴേ എന്ത് ചെയ്യൂ? ഇവൻ 2 ആളെയും റാങ്ക് കയറ്റി 3 ആളെ ഇവൻ സപ്പോർട്ട് ചെയ്യും. അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്. കാസിം സാറിന് അത് ക്ലിയർ ആയി. കാസിം സാർ വഴി ഇന്നലെ കേട്ട എല്ലാവർക്കും ക്ലിയർ ആയി. കാരണം ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരണം തോന്നിയത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, അതൊരു ചെറിയ സെഷൻ മാത്രമായിരുന്നു. കാരണം ഇതുപോലെയുള്ള ചില കാര്യങ്ങൾ പലർക്കും അറിയില്ല. അതുകൊണ്ടാണ്. കാരണം ഇവിടെയുള്ള എല്ലാവരും ഇൻഡിപെൻഡന്റ് ലീഡർ ആവണം. ഗാലക്സിയിൽ എല്ലാവരും ഇൻഡിപെൻഡന്റ് ലീഡർ ആവണം. ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെ നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ജിം സാർ എങ്ങനെ ചിന്തിക്കുന്നു. ജിം സാർ ഇപ്പൊ എങ്ങനെ നിങ്ങൾ ഐഡിയ കൊടുത്താലടിക്കും? 1 കോടി നിങ്ങൾ 1000 ഡിജിറ്റൽ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ പ്ലേസ് ചെയ്യണം, എത്ര കിട്ടുമെന്ന് വെച്ചാൽ ജിം സാർ ഉടനെ അടിച്ചിട്ടുണ്ട്. സാറേ 30 ലക്ഷം വരെ ഞാൻ എടുത്തു തരാം. 1 കോടി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി 24 ലക്ഷം രൂപയൊക്കെ അടുത്ത് ചെയ്യും നമ്മൾ റിട്ടേൺ എടുത്തു തരാം എന്ന് കറക്റ്റായിട്ട് ജിം സാർ പറയണമെങ്കിൽ ആ ട്രീ എങ്ങനെയൊക്കെ വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നുള്ളത് ബോധ്യം വരണം. ക്ലിയർ? ഇവിടെ 13 ഐഡി അടിക്കുമ്പോൾ ബബ്ബ അടിക്കുന്ന ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റ് ടീമുകളിൽ. ഗാലക്സിയിൽ വളരെ കുറവാണ്. ഗാലക്സിയിൽ ആൾക്കാർ എന്തുണ്ട്? അത്യാവശ്യം ജിം സാർ നല്ല ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കുക. ഇതൊക്കെ ചെറിയ ചെറിയ സ്ട്രാറ്റജികളാണ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പെട്ടെന്ന്. അടുത്ത സെഷനിൽ എടുക്കാം. ഡൗട്ട്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടെങ്കിലേ നിങ്ങൾ വിജയിക്കും. ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കും. മനസ്സിലായ? എല്ലാവരും ടൈപ്പ് ചെയ്താ മനസ്സിലായൊക്കെ. നാളെ ജിമ്മി സാർ ഇതൊക്കെ തിരിച്ചു ചോദിക്കുമ്പോൾ പറയുമ്പോൾ ജിമ്മി സാർ ചീത്ത പറയാൻ എന്തെങ്കിലും ഒരു തെളിവ് വേണ്ടേ? മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലായെന്ന് ഇല്ലാന്ന് പറ. ഞാനത് ക്ലിയർ ആക്കി തരാം. ഇവിടെ പഠിക്കാതെ ഒന്നും ആരും മുന്നോട്ട് പോകണ്ട. എല്ലാവരും പഠിച്ച് ഇൻഡിപെൻഡന്റ് ലീഡറായി നിങ്ങളൊക്കെ മാസം 2, 3, 4 ലക്ഷം രൂപ മേടിക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. സാറേ ചോദിക്കേ. ആരൊന്നും മിണ്ടുന്നില്ല. അതുകൊണ്ടാ നിങ്ങളാണല്ലോ ഇന്നലെ തുടക്കിട്ടെ. പറഞ്ഞോ. നിങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാര്യം ഞാൻ പറയേണ്ടി വന്നത്. നിങ്ങൾ ചോദിച്ച മനസ്സിലായ പോലെ മനസ്സിലാവുന്നുണ്ട്. അശ്രമിക്ക, നിങ്ങൾ ഇനി മറ്റേ 2 ലക്ഷത്തിന് ഐഡി സ്വന്തം അടിക്കണേ. അന്നേരം ഒന്ന് ചോദിക്കാൻ നിൽക്കട്ടെ. ഇപ്പൊ പഠിച്ചില്ലേ ഏകദേശം? ഇത് സാറേ ഇത് നല്ലൊരു പുതിയൊരു അറിവാ സാറേ. ഇന്ന് സാറ് പുതിയൊരു അറിവാണ്. അതുവരെ ലീഡേഴ്സിന്റെ അടുത്ത് നമുക്ക് കിട്ടിയിട്ടില്ല. ഇന്നത്തെ സാറ് വരച്ചെന്ന ഒരു പുതിയ അറിവായിട്ട് കിട്ടിയതാണ്. അതുവരെ ആരും മീറ്റിംഗിൽ പറഞ്ഞില്ല. വൺ സൈഡ് ആയിട്ട് വരക്കുന്നത് കാണിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇന്നാണ് അത് മനസ്സിലാകുന്നത്. വരക്കാൻ വേണ്ടിയിട്ടില്ല, സാറ് പറഞ്ഞതുകൊണ്ട് ഒരു അറിവും കൂടി പുതിയ കിട്ടി. ഇനി
പുതിയ ഈ ഇതെല്ലാം സംശയം ചോദിക്കാൻ പറ്റും സാറേ. ഇന്നത്തെ ക്ലാസ്സിന് എന്തും ചോദിക്കാം. ഇന്നലെ ഇന്നുമായിട്ട് ഓപ്പൺ ഫോറാണ്. ഐറിച്ച് എന്നല്ല, മറ്റൊരു കമ്പനി ഐറിച്ച് പോലും ഇതില്ല. എന്താ പറയുക, ഓപ്പൺ ഫോറങ്ങളില്ല. നിങ്ങൾ ചോദ്യം ചോദിക്കാം, ഇവിടെ ചോദിക്കാം. സാറ് ബാങ്കിലെ ആദ്യം കൊടുത്ത ഫോൺ നമ്പറിൽ മാറ്റം വരുത്താൻ വല്ല മാർഗുണ്ടോ? ഒരു വയനാട് എന്നുള്ള ചോദ്യമാണ് ഇതിന് മറുപടി ആയിട്ട്. ബാങ്കിൽ ഓപ്പൺ കൊടുത്ത നമ്പറോ? ബാങ്കിൽ കൊടുത്ത ഒരു നമ്പർ വേറെ ആയിരുന്നു, ഉപ്പന്റെ ആയിരുന്നു. ഇപ്പൊ കൊടുക്കേണ്ട ആൾക്ക് ഉമ്മന്റെ നേരെ ബാങ്കിൽ പോയിട്ട് നമ്പർ മാറ്റി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റി തരും. അതിന് ഒരു റിസ്കും ഇല്ല. ബാങ്കിൽ തന്നെ കൊടുത്താൽ മതി സാറേ. ഓ, നിങ്ങൾ നേരെ ബാങ്കിൽ പോവാ, അവിടെ ഫോം വരും, എഴുതി കൊടുക്കുക, അവർ ഫോൺ നമ്പർ മാറ്റി തരും. സിമ്പിൾ. നിങ്ങൾക്കുള്ള നമ്പർ, നിങ്ങളുടെ ID നമ്പർ മാറിപ്പോയാൽ നിങ്ങൾ കസ്റ്റമർ കെയറിൽ വിളിക്കുക, സാർ ID നമ്പർ മാറിപ്പോയി എന്ന് പറയാം, അവർ മാറ്റി തരും. പിന്നെ അവര് പക്ഷെ കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കും, അതിന് ആൻസർ പറഞ്ഞു കൊടുത്താൽ മതി. സൊല്യൂഷൻ വന്നു, കിട്ടിയാ? വയനാട്ടിൽ മുഹമ്മദ് കുട്ടിയാണോ? അല്ല, വയനാട്ടില് നമ്മളെ പച്ചിലക്കാട്. ഓക്കെ. വയനാട്ടില് വർക്ക് കുറവാ, കുറച്ചും കൂടി കേറിട്ട് വർക്ക് ചെയ്യും. അടുത്ത ആഴ്ച സാർ വന്നിട്ട് വേണം നമുക്ക് അവിടെ മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. മീറ്റിംഗ് വെക്കണമെങ്കിൽ സാർ വരണം. ശരി, തീർച്ചയായിട്ടും. എന്നെ കാത്തേക്കണ്ട. സലാം. നിങ്ങളൊക്കെ ഇൻഡിവിജ്വൽ ലീഡേഴ്സ് ആണ് എല്ലാവരും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ ചോദ്യം ചോദിക്കണോ? പെട്ടെന്ന് പറ. ഒന്നുമല്ല, ഇന്ന് ഓൾറെഡി ചോദിച്ചതായിരുന്നു രാജീവേട്ടൻ അന്നത്തെ ഒരു സെഷനിൽ ചോദിച്ചതായിരുന്നു. നമ്മൾ 10,000 ID ഒരു കുറെ മൾട്ടിപ്പിൾ ID അടിക്കുന്ന സമയത്ത് റെഡീം കൂപ്പൺ നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ. പർച്ചേസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് റെഡീം ആവുള്ളൂ, ക്യാഷ് ബാക്ക് ആവുള്ളൂ. പോലെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ഇന്നലെ ഞങ്ങളുടെ തമിഴ് പ്ലാൻ പ്രസന്റേഷൻ ടൈമിൽ ഒരു പുതിയതായിട്ട് വന്ന ഒരു പ്രോസ്പെക്ട്സ് അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ 10,000 ID അടിക്കുന്നുണ്ട്, എനിക്ക് ഞാൻ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അതെനിക്ക് വേസ്റ്റ് അല്ലേ, ആ റെഡീം എന്നുള്ളത് വേസ്റ്റ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഞാൻ എനിക്ക് അറിയുന്ന വിധത്തിലുള്ള ഉത്തരം പറഞ്ഞു കൊടുത്തു. നമ്മളത് ഞാൻ പറഞ്ഞത് എന്താന്നും കൂടി പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പോ ID അടിക്കുമ്പോൾ നമുക്ക് 10,000 ID ആണ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആഡഡ് ബെനിഫിറ്റ് ആയിട്ട് ആ 699 കൂപ്പണിന്റെ ആ ബെനിഫിറ്റ്സും കൂടെ കിട്ടുന്നുണ്ട്. അതിലാണ് നമ്മൾ പറയണത് റെഡീം ആവും, നമ്മുടെ ID റെഡീം ആവും എന്ന് പറയണത്. സോ ഇതൊക്കെ എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. നമ്മൾ പർച്ചേസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി നമുക്ക് തരുന്ന ഓഫേഴ്സ്, ആ ഡിജിറ്റൽ ID എടുക്കുമ്പോൾ 7 ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ആ 7, അതായത് ഡിജിറ്റൽ പൂൾ ഇൻകം, റെഫറൽ, പെയർ മാച്ചിങ്, അങ്ങനെ 7 കാര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് കിട്ടും. ഇതൊക്കെ ആഡഡ് ബെനിഫിറ്റ് ആണ്. സോ നമ്മൾ പർച്ചേസ് ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിൽ അതൊരു കുഴപ്പമില്ല, റെഡീം ആയിട്ടില്ലല്ലോ എന്നുള്ള ആ വിഷമം വേണ്ടാന്ന് പറഞ്ഞു. ഇതിലെ എത്രയാണ് കറക്റ്റ് എന്നുള്ളത് എനിക്ക് ശരിയാക്കി തരണമെന്ന്. താങ്ക് യു സീമ. നിങ്ങൾ വർക്കിൽ ഇറങ്ങി പോകുന്നതിൽ ഐ റെസ്പെക്ട് ചെയ്യും. കാരണം വർക്കിന് പോകുമ്പോഴാണ്. ഇന്നലെ നമ്മുടെ മുഹമ്മദ് നഫ്സീൻ, ജിമ്മി സാറിന്റെ ഡൗൺലൈനിലുള്ള മുഹമ്മദ് നഫ്സീൻ എന്നോട് വിളിച്ചു ചോദിച്ചു, സാറേ ഒരാൾക്ക് ബോറടിക്കാത്ത വിധത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഐറിച്ചിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചു. പുള്ളിക്കാരന് ഞാൻ 2 ദിവസത്തെ എക്സ്പീരിയൻസിന് വേണ്ടി എൻ്റെ കൂടെ കാസർഗോഡ് ട്രിപ്പിൽ കൊണ്ടുവരുന്നു. കാസർഗോഡുള്ള ടീമിന്റെ മീറ്റിംഗ് കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞ കാര്യത്തിലാണ്, അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇന്നലെ രാത്രി ഞാൻ ആശിച്ച മെസ്സേജ് ആണ്, നവ്സീൻ അങ്ങനെ ഒരു പ്ലാൻ ഹൈറിച്ചിലില്ല. ഓക്കെ, എല്ലാവരെയും കൺവിൻസ് ചെയ്യുന്ന വിധത്തില് ചുരുക്കിയിട്ട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പ്ലാൻ ഇല്ല. ഹൈറിച്ചിന്റെ ഒരു ബിസിനസ് പ്ലാനും ഇല്ല. ഞാനൊരു ബിസിനസ് പേഴ്സൺ ആണെന്ന് ഞാൻ തന്നെ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കുറെ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങളുടെ ബിസിനസ് ആ സാഹചര്യത്തിനനുസരിച്ച്, കേൾക്കുന്ന ആളുടെ എഡ്യൂക്കേഷൻ ലെവലിനനുസരിച്ചിട്ട്, അവരുടെ സ്റ്റാൻഡേർഡിനനുസരിച്ച്, അവരുടെ സാമ്പത്തികം അനുസരിച്ച്, അവരുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പ്ലാൻ എന്ത് ചെയ്യും, നിങ്ങൾ മോഡുലേഷൻ മാറ്റും. പ്ലാൻ ബേസിക് അസ്ഥികൂടം ഒന്ന് തന്നെ ആയിരിക്കും. ഓക്കെ, ഫോസിൽ ഒന്നായിരിക്കും. പക്ഷെ നിങ്ങളുടെ പ്ലാൻ പ്രസന്റേഷൻ രീതികൾ സാഹചര്യത്തിനനുസരിച്ച് മാറും. ഞാനൊരു വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റിന് മുമ്പ് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നോർമലായിട്ട് സംസാരിക്കില്ല. അത് അവരുടേതായിട്ടുള്ള എന്റെ മോഡുലേഷൻ വരുത്തിയിട്ട് അവരോട് സംസാരിക്കും. പോലീസുകാരൻ്റെ അടുത്ത് വേറെ സ്ഥലത്ത് സംസാരിക്കുക, ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്ത് വേറെ സ്ഥലം. ഞാൻ മിനിങ്ങാന്ന് പോയി സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയുടെ ഒരു 3-4 വീട്ടമ്മമാരെ അടുത്തേക്കാം, വളരെ ലോക്കലായിട്ട് എന്റെ കണ്ണൂർ ഭാഷയിൽ ഞാൻ അറിയുന്ന രീതിയിൽ ഞാൻ അവിടെ കാസർഗോഡ് പോയിട്ട് എന്ത് ചെയ്തു, സംസാരിച്ചു. അവര് പറഞ്ഞു കഴിഞ്ഞപ്പോ 20,000 രൂപ മുമ്പിലെടുത്തു, സാറേ 2 ID. അപ്പൊ തന്നെ ID അടിച്ച് ആക്ടിവേഷൻ ചെയ്തു കൊടുത്തു. എന്തുകൊണ്ടാ? ആ രീതിയിൽ സംസാരിച്ചാലാണ് അവർക്ക് മനസ്സിലാവുക. അപ്പം അങ്ങനെ ഒരു രീതിയില്ല. അപ്പം ഇപ്പം ചോദിച്ച ആളുടെ അതുപോലെ തന്നെ നമ്മുടെ ബന്ധം അനുസരിച്ചിട്ട് ചില ആൾക്കാരോട് ഇതൊന്നും പറയണ്ട. ചില ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ വിളിക്കുന്ന സമയത്ത് അവരോട് പറയും,
നമ്മുടെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബിസിനസ് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം സ്വന്തം വാല്യൂ കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾ നല്ല നല്ല റിച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇടുക, റിച്ച് ആയിട്ട് നടക്കുക ടൗണിലൊക്കെ, എന്നിട്ട് റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക. ഫുള്ള് അവർ പറയും തള്ളി മറിക്കുക. ഞാൻ അടുത്ത വർഷം ഇത് ജാഗോർ എടുക്കുന്ന അവർ പ്രാന്താണ്, തള്ളലാണ്, തുടങ്ങി പറയും. ഇപ്പൊ കാർ എടുത്തു, അടുത്ത വർഷം എടുക്കും. അപ്പോഴും ഇവർ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് ആഗ്രഹങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇനി ഭയങ്കര അടുത്ത ആൾക്കാരെങ്കിൽ ഇത്രയൊന്നും പറയണ്ട, എടാ ഇന്ന കാര്യങ്ങളാണ് ഇന്ന് കേട്ടോ. പിന്നെ ഒരാളോടും ബെഗ് ചെയ്യാൻ, യാചിക്കാൻ പാടില്ല. ക്ലിയർ? ഇത് നമ്മുടെ വിജയത്തിന് വേണ്ടിയല്ല, നമുക്ക് പൈസ കിട്ടുന്നുണ്ട് നമ്മൾ പണിയെടുത്തിട്ട്. പറയുമ്പം താങ്കൾക്ക് വിജയിക്കണമെങ്കിൽ, നിങ്ങൾക്ക് ജയിക്കണം, നിങ്ങൾക്ക് സാമ്പത്തികമായി വല്ലതും കിട്ടണമെങ്കിൽ, നിങ്ങളുടെ കടവും ബാധ്യതയും തീരണമെങ്കിൽ നിങ്ങൾ ഇത് ചെയ്തോളൂ എന്ന് ഡിമാൻഡ് ഇട്ട് പറയാം. കാരണം അയാൾ പണിയെടുത്ത അയാളുടെ കുടുംബത്തിലാണ് പൈസ, അയാൾക്ക് കിട്ടുന്ന പൈസ 100 രൂപ നമുക്ക് തരില്ല. ഇതൊരു ഡിമാൻഡഡ് ആയിട്ട് എന്താ പറയുക പറയുക. നമ്മുടെ വാല്യൂ എപ്പോഴും കീപ്പ് ചെയ്യുക. ഞാൻ കണ്ടിട്ടുണ്ട് പല ആളും, സാറേ ഒന്ന് കേൾക്ക് സാർ, ഒരു ഐഡി ഒരു 10,000 ഒന്ന് ഇട് സാറേ, നിങ്ങൾക്ക് സാറേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് ചെയ്യാം, ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും പൈസ കിട്ടും. ഇതൊക്കെയാണ്. ഇനി നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലേ, നിങ്ങൾ ഇൻവെസ്റ്റ് വാക്കിനെ ഉപയോഗിക്കാൻ പാടില്ല, നിങ്ങൾ ഇത്രയും കൂപ്പൺ പർച്ചേസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, അവരെ കൊണ്ടുവരാം. ഇനി സീമ മാഡം ചോദിച്ചതിന്റെ ആൻസർ ഇങ്ങനെ പറയാം. സീമ മാഡം അവരോട് ചോദിക്കുക, സാർ എന്തിനാണ് ഡിജിറ്റൽ കൂപ്പൺ പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ ചെയ്യുന്നത്? ക്ലിയർ? ഞാൻ പർച്ചേസ് ചെയ്യുന്നത് എന്തിനാന്ന് ചോദിക്കുക. അയാൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണ് ചെയ്യുന്നത്? ഒന്ന്, അയാൾക്ക് വിലക്കുറവിൽ സാധനം കിട്ടാൻ അതിൽ നിന്ന് റിഡീം കൂപ്പൺ ആയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഞാൻ എന്റെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ഹൈറിച്ച് വരുന്നതിന് മുമ്പ് ഇവിടെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. ബാംഗ്ലൂർ മോറിന്റെ അകത്ത് ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് എനിക്കൊരു കൂപ്പൺ കിട്ടിയിട്ടുണ്ട്, കാർഡ്, റിഡീം കാർഡ്. അതിൽ കുറെ പോയിന്റുകളുണ്ട്. ഞാൻ ഇന്നും അത് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പരാതിയൊന്നുമില്ല. ഞാൻ പർച്ചേസ് ചെയ്താൽ എനിക്ക് സാധനം ഉണ്ട്. അതുപോലെ ഹൈറിച്ചിൽ നിങ്ങൾ റിഡീം കൂപ്പൺ പർച്ചേസ് ചെയ്യാണ്. നിങ്ങൾക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും വിലക്കുറവിൽ സാധനം മേടിക്കാൻ യാതൊരു ഉപകാരം ഇല്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട. നിങ്ങൾ ആ സാധനം മേടിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ ഈ കൂപ്പൺ പർച്ചേസ് ചെയ്യാൻ പറയുന്നതിന് 2 ഉദ്ദേശം. ഒന്ന്, നിങ്ങൾക്ക് വിലക്കുറവിൽ ഹൈറിച്ചിൽ നിന്ന് സാധനം കിട്ടും. പുറത്ത് പഞ്ചസാര 42 രൂപയാണെങ്കിൽ ഇവിടെ 40 രൂപയ്ക്ക് സാധനം കിട്ടും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് പറയുന്നത്. കൂടാതെ ഈ കൊടുക്കുന്ന പൈസ നിങ്ങൾക്ക് കുറച്ചായിട്ട് ക്യാഷ് ബാക്ക് ആയിട്ട് റിട്ടേൺ കിട്ടും. കൂടാതെ എനിക്കിത് രണ്ടും വേണ്ട, നിങ്ങൾക്കൊരു പ്രോഫിറ്റ് ലെവൽ കിട്ടാൻ വേണ്ടി വെച്ചോളൂ. 10,000 രൂപയ്ക്ക് 30,000 വരെ, 1 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം വരെ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും. നിങ്ങൾ പർച്ചേസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഏതാണ് അവരെ സംസാരം നമുക്ക് മനസ്സിലാവും. അവർക്ക് ഏതാണോ അവരുടെ നീഡ് അത് മാത്രം എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് ഫോക്കസ് ചെയ്താൽ മതി. ഇനി നമ്മളടുത്ത് പറയുമ്പം, അതായത് ചില ആളുകള്, ഞാൻ മിനിഞ്ഞാന്ന് ഒരാളെന്നോട് ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു, ലെഫ്റ്റ് റൈറ്റ്. അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, തിരിച്ച് കുറെ ചോദ്യം ചോദിക്കും. അപ്പം നമ്മൾ ബിസിനസ്സിൽ ഒരു കാര്യമുണ്ട്, കൺഫ്യൂസിങ് മെത്തേഡ്. നമ്മൾ അവർക്ക് അറിയാത്ത കുറച്ച് ലീഗൽ വശങ്ങൾ എന്ത് ചെയ്യും പറയും. അപ്പൊ അവര് ശരിയാണ് റൈറ്റ്, ഓക്കെ റൈറ്റ്. ഇത് കൺഫ്യൂസിങ് മെത്തേഡ്. ഇതൊക്കെ ബിസിനസ്സിൽ ഉള്ളതാണ്. നമ്മൾ അത് ഉപയോഗിക്കും. അപ്പൊ അവര് തല പറഞ്ഞിട്ട്, കാരണം നമ്മൾ അറിയുന്ന ചോദ്യം ചോദിച്ചാൽ അവർ 10 ചോദ്യം ഇങ്ങോട്ട് ചോദിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചില ചോദ്യങ്ങൾക്ക് വാല്യൂ ഉണ്ടാകും. അപ്പൊ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, കൺഫ്യൂസിങ് മെത്തേഡ് ചോദിക്കാം. കാസിം സാറോട് കാസിം പറയുമ്പോൾ, ചില GST ഇങ്ങനെയുള്ള കാര്യം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ 18C അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഇതിനകത്ത് ഇത്ര പൈസ ബാക്കിയാണ്. ഇത് നമ്മൾ GST കൊടുത്ത് 15%, നമ്മളൊരു 5% പിടിക്കുന്നില്ലേ, 5% അത് ടാക്സ് ആയിട്ട് പിടിക്കുകയല്ല, അഡ്മിൻ ചാർജ് ആണ്. അഡ്മിൻ ചാർജ് പക്ഷെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 18% അടച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് റിട്ടേൺ വരും കേട്ടോ. റിട്ടേൺ അതവിടെ സബ്മിറ്റ് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൺഫ്യൂസ് ആയി കഴിഞ്ഞാൽ എത്ര പറഞ്ഞ നമ്മൾ 5 ലക്ഷം ഇടാന്നല്ലേ, മതി 5 തന്നു. അപ്പം ഇത് ഓരോ തരത്തിലാണ് പറയേണ്ടത്. അപ്പൊ ഒരിക്കലും എനിക്കറിയില്ല. പണ്ട് ഞാനൊരു അനുഭവം കൂടി പറഞ്ഞുതരാം. പണ്ട് ഞാൻ ജ്യൂസ് അടിക്കാൻ പഠിക്കുന്ന കാലത്ത് മദ്രാസിൽ പോയിട്ട് ക്ലാസ് കഴിക്കൊണ്ടിരിക്കുന്ന ഞാൻ, അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഗ്ലാസ് പാത്രമൊക്കെ കഴുകുക, ടേബിളൊക്കെ തുടച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പാണ് ജ്യൂസ് അടിക്കാൻ പഠിക്കുക. അപ്പൊ ഞാൻ അവിടുത്തെ ജ്യൂസ് മാസ്റ്ററോട് ചോദിച്ചു, സാറേ ഒരു ആപ്പിൾ ഷേക്ക് അടിക്കാൻ എത്ര, അപ്പൊ ഇത് നടന്ന സംഭവമുണ്ട്, എനിക്കിപ്പോ നല്ല ഓർമ്മയുണ്ട്. ഒരു ആപ്പിൾ ഷേക്ക് അടിക്കാൻ എത്ര ആപ്പിൾ ഇടണം? ഓക്കെ, നിങ്ങൾക്ക് അറിയുന്നറിയില്ല, ഒരു ആപ്പിൾ ഷേക്കിന് ഒരു ആപ്പിൾ ഇട്ടാൽ മതി സാധാരണ. ഓക്കെ, പക്ഷെ അവിടുത്തെ ആൾക്കാര്, അവിടെ ജ്യൂസിന് ഇൻഫോസിസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അകത്തായിരുന്നു. അപ്പോൾ ഞാൻ 3/4 കഷ്ണം 1/2 കഷ്ണമൊക്കെ ഇടുന്ന കണ്ടിട്ടുണ്ട് ഒരു ആപ്പിൾ, ഒരു ഷേക്കിന് 250 ml. ഞാൻ അപ്പൊ ഇത് മൊത്തം കൺഫ്യൂഷനായി. ഞാൻ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. ഒരു ആപ്പിൾ ഷേക്ക് ശരിക്കും പറഞ്ഞു, അങ്ങനെ ഒരു കണക്കേ ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരു ആപ്പിൾ ഷേക്കിന് എത്ര ആപ്പിൾ ഉണ്ടെന്ന് കണക്കില്ല. കാരണം
ചിലത് ചെറുതായിരിക്കും, ചെറുത് വലുതായിരിക്കും. ചിലർക്ക് പഞ്ചസാര കുറവായിരിക്കും, ചിലർക്ക് അര ഗ്ലാസ് ജ്യൂസേ വേണ്ടി വരും. നീ എന്ത് ചെയ്യണം? ആദ്യം ഓർഡർ എടുക്കണം. എന്നിട്ട് ഓനിക്ക് എന്താണോ ആവശ്യം അത് മനസ്സിലാക്കി ആപ്പിളിന്റെ സൈസ് എത്രയാണോ അത് നോക്കി, ഉപയോഗിക്കുന്നത് കട്ടിയുള്ള പാലാണോ കട്ടിയില്ലാതാണോ നോക്കിയിട്ട് അതിന് കണക്കായിട്ട് നേക്കിലും കൊടുക്കണം. അതിന് നീ ആദ്യം കുറെ ആപ്പിൾ ജ്യൂസ് അടിച്ച് പഠിക്ക്. അപ്പൊ നിനക്ക് തന്നാലെ മനസ്സിലാവും എന്ന് പറഞ്ഞു. ബേസിക് തിയറി എനിക്ക് പറഞ്ഞു തന്നു. ഇത്ര ഇടണം, 1.5 സ്പൂൺ പഞ്ചസാര, തൽക്കാലം നീ 3/4 കഷ്ണം ആപ്പിൾ ഇട്, ഇത്ര പാലിട്. പക്ഷെ നീ ഒരു മാസ്റ്റർ ആയി കഴിഞ്ഞാൽ ഇതൊന്നും നീ ഫോളോ അപ്പ് ചെയ്യരുത്. മാസ്റ്റർ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിനക്ക് ഇഷ്ടം, അപ്പൊ നിനക്ക് മനസ്സിലാവും എവിടെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ക്ലിയർ ആവും. ഇതാണ് ഹൈറിച്ചിലെയും പറയാനുള്ളത്. അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ബേസിക് ഇത്രയാണ്. 699 10,000 പ്ലാനുകൾ, ലെഫ്റ്റ് റൈറ്റ് പെയർ മാച്ച് കാര്യങ്ങളൊക്കെ. പക്ഷെ ഇത് പറഞ്ഞ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ എന്ത് ചെയ്യുക? പറഞ്ഞേക്കുക. അപ്പം സീമ മാഡത്തിന്റെ ഉത്തരവും ക്ലിയർ നീഡ് അനുസരിച്ച് പറയും. എവിടെയാണോ നീഡ് അതേ പറയുള്ളൂ. സൂപ്പർ മാർക്കറ്റ് എടുക്കാൻ വന്നതിന്റെ അടുത്ത് ലെഫ്റ്റ് റൈറ്റ് അളച്ചേർത്ത 1 ലക്ഷം കിട്ടുമെന്ന് പറയണ്ട. അവൻ സൂപ്പർ മാർക്കറ്റിന് സാധനം വിറ്റ സാധനം അവൻ എത്ര പ്രോഫിറ്റ് ഉണ്ടാവും പറഞ്ഞാൽ മതി. അതുപോലെ ഡിജിറ്റൽ മാത്രം ഫോക്കസ് ചെയ്യുന്നതോട് ബൈനറി പറയണ്ട. നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഞാനിപ്പം അടുത്തതായി ഇന്ന് രാത്രി ഞാൻ പോവാണ്. ഒരു 15 ദിവസത്തെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്. 15 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് നമ്മുടെ ഗാലക്സിക്ക് ഇപ്പം 12 സ്റ്റേറ്റിൽ ടീമുകളുണ്ട്. നമുക്ക് അഭിമാനിക്കാം. 12 സ്റ്റേറ്റിൽ ഏകദേശം 70,000 മേലെ 80,000 മേലെ ടീമുകൾ ഗാലക്സി അസോസിയേഷനിലുണ്ട്. അപ്പം നമുക്ക് അഭിമാനിക്കാം. അപ്പൊ അതിന്റെ വർക്കിനായിട്ട് ഞാൻ ഇന്ന് പോവാണ്. അപ്പം അവിടെ പോയിട്ട് ഞാൻ എന്ത് ഡിജിറ്റൽ പറയില്ല. നോർത്ത് ഇന്ത്യയിൽ ബൈനറിയെ പറയൂ. കാരണം അവർക്ക് പലർക്കും ഡിജിറ്റൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. മീൻസ് 10,000 രൂപ അഫോർഡബിൾ അല്ല അവിടെ. പക്ഷെ അവരെന്ത് ചെയ്യും? 699 പ്ലാൻ അവർ ഒരു ദിവസം ഒരു 100 പേരെ വെച്ച് അസോസിയേറ്റ് ചെയ്യിക്കും. 100 പേരെ ജോയിൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ 500 പേരെ ജോയിൻ ചെയ്യിപ്പിക്കും. ആ 500 പേരും പിന്നെയും 500 പേര്. ഇതാണ് നോർത്ത് ഇന്ത്യൻ രീതികൾ. ഓക്കെ. അപ്പൊ അവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യില്ല? ഡിജിറ്റലോ ഗ്രോസറി ഇൻവെസ്റ്റ്മെന്റ് 10 ലക്ഷത്തിന്റെ പറയില്ല. ഇവിടെ നമ്മളുള്ള റൌഫ് ഖാന്റെ അടുത്ത് 1.5 കോടിയുടെ ഡിജിറ്റൽ പറഞ്ഞു. അയാളുടെ അടുത്ത് ഒരിക്കലും ബൈനറി പറയില്ല, 690 പ്ലാൻ പറയില്ല. ഇവിടെ നമ്മുടെ ഛത്തീസ്ഗഡ് ഉത്തരാഖണ്ഡിലുള്ള നമ്മുടെ സീന മാഡത്തിന്റെ ബ്രദറിനോട് അദ്ദേഹം ഗുഡ് വില്ലാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. 10 ലക്ഷം അദ്ദേഹത്തിന് ഞാൻ 1,190 പറയില്ല. ഓരോരുത്തർക്കും നീഡ് അനുസരിച്ച് അവരുടെ ഇതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിക്കൊണ്ടിരിക്കാം. ഇത് നമ്മൾ പറഞ്ഞ് പഠിക്കണം. നിങ്ങൾ ആദ്യം നിങ്ങളുടെ വീട്ടുകാരോട് പ്ലാൻ പറയുക, കൂട്ടുകാരോട് പറയുക, മക്കളോട് പറയുക. പറഞ്ഞു നിങ്ങൾക്ക് തഴക്കവും പഴക്കവും വരും. പിന്നെ രാവിലത്തെ മോർണിംഗ് സെഷൻ നിങ്ങൾക്ക് പുതിയ അറിവുകൾ കിട്ടും. അത് നിങ്ങളിലേക്ക് അഡോപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അപ്ഡേഷൻ നടത്തുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മാർക്കറ്റിലേക്ക് ഇറങ്ങി പറയുക. താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കൂ. சார், ஒரு அந்த டிஜிட்டல் பிளான் இது இருக்கு இல்லையா, லீஃப்லெட் இப்போ நம்ம கொடுத்தது, அதுல வந்து 1,30,000 நம்ம போட்டாக்கா 22,000 வரும் அப்படின்னு சொல்லிட்டு நம்ம சொல்றோம் எடுத்த உடனே. ஓகேயா? ஸோ அந்த 22,000 அவங்களுக்கு கிரெடிட் ஆகுறப்ப அந்த ஃபுல் அமௌண்ட் அந்த 22,000 அதுல வர்றது கிடையாது இல்லையா? 20,000 சம்திங் தான் வருது. ஸோ நியர்லி ஒரு 1,600 வந்து அதுல டிடெக்ட் ஆகுது. அது எதனால? அட்மின் சார்ஜ். உங்களுக்கு அட்மின் சார்ஜ் ஆகி பிடிக்கிறான். அது இல்லாம இன்னொரு விஷயம் என்னன்னா, உங்களுக்கு அது பேமெண்ட் கேட்வே அவங்க பே பண்ணி தான். ஓகே, மலையாளத்துல சொல்லுங்க. ரைட். ஆக்சுவலி தேங்க்யூ மல்லிகா மேடம். ஆக்சுவலி ஐ ரியலி ரெஸ்பெக்ட் யூ. കാരണം தமிழ்ல இருக்கிறவங்க மலையாளம் பேசுறது எல்லாம் ரொம்ப கஷ்டம். இங்க இருக்கிற எங்க போனாலும் பேசுவாங்க, அது பிரச்சனை இல்லை. சரி, ஓகே, ரைட். அப்போ അത് എപ്പടിനാ ഇവിടെ മലയാളം ചോദിച്ചത് ഇങ്ങനെയാണ്. നിങ്ങൾ ലെഫ്റ്റ് റൈറ്റ് ആളുകളിട്ട് ശരി അത്രയൊന്നും പറയണ്ട. നിങ്ങൾ ആഴ്ചക്ക് കിട്ടുന്ന ഡിജിറ്റൽ പൂൾ ഇൻകം നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നും ഏകദേശം 4 രൂപ 5 രൂപ കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് വരിക. അത് പണ്ടൊക്കെ നമ്മളത് ടാക്സ് ഡിഡക്ഷൻ എന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴും ചില ആളുകൾ അങ്ങനെ പറയുന്നു, ലീഡേഴ്സ്. തെറ്റാണ്, അങ്ങനെ ഒരു സംഭവം അല്ല. അതെന്താ വെച്ച് കഴിഞ്ഞാല് കമ്പനിയുടെ അഡ്മിൻ ചാർജ് എന്ന് പറഞ്ഞ് പിടിക്കുക കമ്പനി. എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് കമ്പനി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ HDFC വഴിയും ICICI വഴിയാണ് നിങ്ങളുടെ ഫെഡറലിലേക്കോ നിങ്ങളുടെ ഗ്രാമീണ ബാങ്കിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ HDFCയിലേക്കോ കമ്പനി പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ പേയ്മെന്റ് ഗേറ്റ്വേയിൽ കമ്പനി ലോസ് വരുന്നുണ്ട്. അത് കമ്പനി ഇവിടെ മേക്ക് ചെയ്യാണ്, അഡ്മിൻ ചാർജ് ആയിട്ട് പിടിക്കുകയാണ്. സോ അത് തന്നെയാണ്. പിന്നെ ഫ്ലക്ച്വേഷൻ നടക്കുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഡിജിറ്റൽ സീലിംഗ്, ബൈനറി സീലിംഗ് 10,000 രൂപ മേടിക്കുന്ന ആളുകൾക്ക് ഫ്ലക്ച്വേഷൻ നടക്കും. 10,000 ഫുൾ ആയിട്ട് കിട്ടില്ല. ക്ലിയർ? അതായത് ഇന്ന് കമ്പനിക്ക് 1 ലക്ഷം രൂപ വരുമാനം വന്നു. കമ്പനിക്ക് 10 പേർക്ക് 10,000 കൊടുക്കണം. കമ്പനി കറക്റ്റായിട്ട് കൊടുക്കും. 10 പേർക്കും 10,000 കൊടുക്കും. 1 ലക്ഷം രൂപ. ക്ലിയർ? അതായത് കൊടുക്കേണ്ട പൈസ, കമ്പനി മാറ്റിവെച്ച പൈസയുണ്ട്, കൊടുക്കാൻ വേണ്ടി മാറ്റി, അതേ കൊടുക്കും. ഇനി ഇന്ന് 90,000 വന്നിട്ടുള്ളൂ, 10 പേർക്ക് തന്നെ കൊടുക്കണം. 10 പേര് സീലിംഗ് ആണ്.
കമ്പനി 90,000 മാത്രമേ കമ്പനിയുടെ കയ്യിൽ നിന്ന് 5 പൈസ ചെലവാക്കില്ല. അതുകൊണ്ടാണ് കമ്പനി ഒരിക്കലും പൊട്ടില്ല നമ്മൾ ധൈര്യത്തോടെ പറയുന്നത്. കമ്പനിയുടെ അസറ്റ് എന്നെടുത്ത് കമ്പനി ഒന്നും കൊടുക്കില്ല. ഇന്ന് ബിസിനസ് നടന്നാൽ ഇന്നത്തെ കൊടുക്കും, ഇന്നത്തോടുകൂടി ഇത് അത് ക്ലോസ് ആയി. ലാഭം മൊത്തം കമ്പനി, വാഷ് ഔട്ട് മൊത്തം കമ്പനിക്ക്, മൊത്തം ഒരു നല്ല ഹെവി ലാഭമാണ്. അപ്പം നിങ്ങൾക്ക് ധൈര്യത്തോടെ പറയാം. ഇപ്പൊ എനിക്ക് ഇന്ന് ഡെയിലി ഇന്നല്ല ഡെയിലി റെഗുലർ ഡിജിറ്റൽ സീലിംഗ് ആണ്. എല്ലാ ദിവസവും 10,000 കമ്പനി തരുന്നില്ല. ചില സമയത്ത് എന്ത് ചെയ്യും, ഈ പറഞ്ഞ അഡ്മിൻ ചാർജ് കുറച്ചിട്ട് 2% എനിക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പിടിച്ചു വെച്ചിട്ട്, അതായത് എന്റെ ഓരോ 10,000-നും 200 രൂപ കമ്പനി അവിടെ പിടിച്ചു വെക്കും. എന്നിട്ട് പറയും ഇത് കിട്ടണമെങ്കിൽ നീ 200 രൂപയ്ക്ക് അരിയും പഞ്ചസാരയും മേടിക്കണം. ഇന്നത്തെ പൈസ ലാഭത്തുനിന്ന് കമ്പനി ഇരുന്ന പൈസയിൽ നിന്ന് കമ്പനിയിൽ നിന്ന്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് സൂപ്പർ മാർക്കറ്റാണ്, അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മൾ സാധനം മേടിച്ചേ പറ്റൂ. അപ്പം ഞാൻ മേടിക്കുമ്പോൾ എന്ത് ചെയ്യും, എന്റെ റെഡീം കൂപ്പൺ കുറയും. ഇതൊക്കെ റിലേറ്റഡ് ആണ്. ആധാർ കാർഡ്, പാൻ കാർഡ്, മൊബൈൽ റിലേറ്റഡ് ആയ പോലെ ഞാൻ പൈസ ഇവിടുന്ന് കമ്പനിയിൽ നിന്ന് മേടിക്കുമ്പോൾ എനിക്ക് ഇൻകം കിട്ടും. ഇൻകം കിട്ടുമ്പോൾ 2% പിടിച്ചു വെക്കും. 2% പിടിച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യും, എനിക്ക് പർച്ചേസ് ചെയ്യാം. അപ്പൊ എനിക്ക് റെഡീം കൂപ്പൺ എനിക്ക് കുറഞ്ഞ് 10,000 തിരിച്ചു കിട്ടും. കൂടാതെ എനിക്ക് എന്ത് ചെയ്യും, 18 ലെവലിൽ ഒരു ലെവൽ ഇൻകം കിട്ടും. ഇതൊക്കെ റിലേറ്റഡ് ആണ്. ക്ലിയർ? അപ്പം നിങ്ങൾക്ക് മേടിക്കുന്ന പൈസ ഒരിക്കലും ടാക്സ് ഡിഡക്ഷനോ മറ്റോ അല്ല, നിങ്ങൾക്ക് അഡ്മിൻ ഫീ ആയിട്ടാണ് ഏകദേശം 5% പൈസ കമ്പനി പിടിച്ചു വെക്കുന്നത്. ഇറ്റ്സ് ക്ലിയർ മാഡം? താങ്ക് യു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലേ, ടൈം 7:10. എനിത്തിങ് എൽസ്? നമ്മൾ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ സെഷൻ ഉണ്ടാവില്ല. ഇങ്ങനത്തെ സെഷൻ ഒന്നും എവിടെയും കിട്ടില്ല. എനിക്ക് തന്നെ അപ്ഡേഷൻ. രാജ് സാർ പറയല്ലേ, ഞാൻ ഉത്തരം പറയുമ്പോൾ എനിക്ക് തന്നെ അപ്ഡേഷൻ ആക്കും, ഞാൻ മറന്നുമില്ല. പറയൂ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?